ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് ഏത് ഷേപ്പ് ആയാലും ഏത് മോഡലായാലും കുഴപ്പമില്ല എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ബോക്സ്. അപ്പോൾ ഇത് വാങ്ങാതെ ഞങ്ങൾ തന്നെ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ജസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കായിരുന്നു കേട്ടോ ചെയ്ത് ഹാർട്ട് ഷേപ്പിൽ. പിന്നെ അതിൽ വെക്കാനുണ്ടായിരുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ആ ഒരു വാലറ്റും പിന്നെ ഈ ഒരു കവറിലുള്ള ഒരു ഫോഗും കൂടെ ആയിരുന്നു കേട്ടോ പെർഫ്യൂമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർഫ്യൂം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കവറിലുണ്ടായിരുന്നത് ചോക്ലേറ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അവർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് എന്നുള്ളത് ഡയറി മിൽക്കും അതേപോലെ തന്നെ കിക്കറ്റായിരുന്നു കേട്ടോ. ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഗ്ലൂ ഒക്കെ കയ്യിലായപ്പോൾ കുറച്ച് സീനാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ക്രാഫ്റ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഒരു ക്രാഫ്റ്റിൻ്റെ അതേപോലെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അവർക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടായിരുന്നു അതിൽ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ചോക്ലേറ്റും കാര്യങ്ങളും ഈ ഒരു ബോക്സിലേക്ക് സ്റ്റിക്ക് ചെയ്തിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ. അല്ലാത്ത പക്ഷം ആ ഒരു ഹാർട്ട് ബോക്സിൽ വെക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ ആയിരുന്നു ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു മുകളിലത്തെ ഭാഗത്തായിരുന്നു കേട്ടോ കിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു പൊട്ടത്തരം കാട്ടിയതെന്ന് പറഞ്ഞാൽ കിക്കറ്റ് നേരെ കൊണ്ടുപോയി ഒട്ടിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ, തല തിരിച്ചാണ് കേട്ടോ പോയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു കിക്കറ്റ് എടുത്തിട്ട് ഒട്ടിക്കാനുള്ളൊരു സമയത്താണ് ഞാനത് തല തിരിച്ചാണല്ലോ വെച്ചത് എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അത് പറിച്ചെടുത്ത് ഈ ഒരു നേരവണ്ണമുള്ളത് ആദ്യം ഒന്ന് ഒട്ടിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ മറ്റേതും കറക്റ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു 5 എണ്ണം അവിടെ അറേഞ്ച് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ആ ഒരു 5 കിക്കറ്റും അതേപോലെ തന്നെ ഈ ഒരു ഡയറി മിൽക്കൊക്കെ വെച്ച ഒരു സ്പേസിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ ഗ്രാസ് വെച്ചിട്ടായിരുന്നു കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വാലറ്റ് കിട്ടാൻ കൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊറിയർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ടായിരുന്നു അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊറിയർ എത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വാലറ്റ് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫൈനൽ ലുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.